ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 5 മുതൽ ഏകദേശം 10 മാസത്തോളമായി റിസർച്ച് അസിസ്റ്റന്റ് എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ടതും പ്രയത്നിച്ചതും. 3 മാസം മാത്രം എക്സാമിന് അവശേഷിക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റമായിരുന്നു സിലബസിൽ ഉണ്ടായത്. എന്നാൽ നമ്മൾ അവിടെ തളരാതെ മുന്നോട്ട് തന്നെ പോയി. എക്സാമിന് ശേഷമുള്ള കഴിഞ്ഞ 4 ദിവസങ്ങളായി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഉണ്ടായത്. നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് 64 ചോദ്യങ്ങളാണ് റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മൾ പഠിച്ച അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ, മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ, പഠിച്ച കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, 100-ൽ 64 ചോദ്യങ്ങൾ. എക്സാമിന് വെറും 3 മാസം മാത്രം അവശേഷിക്കുകയാണ് പുതിയ സിലബസ് നമുക്ക് ലഭിച്ചത്. എന്നിട്ടും എക്സാമിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്ത് 75 മോക്ക് ടെസ്റ്റുകളും 2 മോഡൽ എക്സാംസും ഡൗട്ട് ക്ലിയറൻസും എല്ലാം നടത്തിയതും ഈ ഒരൊറ്റ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി. ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന ലേൺ ഫാസ്റ്റിലെ എല്ലാ അധ്യാപകർക്കും ടെക്നിക്കൽ ടീമിനും എല്ലാറ്റിനും ഉപരി ഉറക്കമൊഴിച്ചതിനു വേണ്ടി പ്രവർത്തിച്ച സമയത്തും ശാരീരികമായ പല അസ്വസ്ഥതകൾക്കും ഉണ്ടായപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ ഞങ്ങളുടെ കുടുംബത്തിനും വലിയൊരു നന്ദി. ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടായി, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ജോലി നേടുവാനായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. രാത്രി 2-3 മണിക്ക് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് വാശിയോടെ പഠിച്ച ഒത്തിരി പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പരീക്ഷ പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാകാം, ഇല്ലാതെയും ഇരിക്കാം. 100-ൽ 64 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. മുഴുവൻ സിലബസും പഠിച്ചു തീർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടിനും എല്ലാ എഫേർട്സിനും ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കരുത്. ഇനിയും പരിശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്കായി നിങ്ങൾ ഒരുങ്ങുക. ഇനി നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് 0-ൽ നിന്നല്ല. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെയും എഫേർട്സിന്റെയും അനുഭവ സമ്പത്തിന്റെ കരുത്തുണ്ട് നിങ്ങളോടൊപ്പം. ഒപ്പം ഞങ്ങളും.